പരിശീലകൻ റൂബൻ അമോറിമിനെ പുറത്താക്കി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ക്ലബ്ബ് ഉടമകൾക്കെതിരെ അമോറിം വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. താൻ ആവശ്യപ്പെട്ട താരങ്ങളെ തനിക്ക് ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് പോർച്ചുഗീസ് പരിശീലകൻ റൂബൻ അമോറിമിനെ യുണൈറ്റഡ് പുറത്താക്കിയത്. പ്രതാപകാലത്തേക്ക് തിരിച്ചെത്തണമെങ്കിൽ ടീമിൽ അടിമുടി മാറ്റങ്ങൾ ആവശ്യമാണ്. ക്ലബ്ബിൽ ആഗ്രഹിച്ച മാറ്റങ്ങൾക്ക് മാനേജ്മെന്റ് തടസ്സം നിൽക്കുന്നുവെന്നായിരുന്നു അമോറിമിന്റെ വിമർശനം. വെറും പരിശീലകനായി മാത്രമല്ല എത്തിയതെന്നും ക്ലബിന്റെ മാനേജർ കൂടിയാണ് താനെന്നും അമോറിം ഓർമ്മപ്പെടുത്തിയിരുന്നു. I just want to say that I'm going to be the manager of this team, not just the coach. And I was really clear on that. And that is going to finish in 18 months. And then everyone is going to move on. That was the deal. That is my job, not to be a coach. If people cannot handle the Gary Nevilles and the criticisms of everything, we need to change the club. വിമർശനങ്ങൾ മുൻ പരിശീലകരെ പോലെ അമോറിം ആവർത്തിച്ചതോടെയാണ് പുറത്താക്കൽ. ക്ലബിൽ 14 മാസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് അമോറിം ഓൾഡ് ട്രാഫോർഡിനോട് വിട പറയുന്നത്. എറിക് ടെൻ ഹാഗിന് പകരമെത്തിയ റൂബൻ അമോറിമിന് കീഴിൽ അത്ര നല്ല റെക്കോർഡല്ല യുണൈറ്റഡിനുള്ളത്. ക്ലബിന്റെ ഏറ്റവും മോശം പരിശീലകൻ എന്നുള്ള റെക്കോർഡ് റൂബന്റെ പേരിലാണ്. കഴിഞ്ഞ സീസണിൽ യൂറോപ്പ ലീഗിൽ ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ച ആത്മനിർവൃത്തിയോടെയാണ് അമോറിം റെഡ് ഡെവിൾസിന്റെ പരിശീലക കുപ്പായം അഴിച്ചുവെക്കുന്നത്. ശേഷം 10 പരിശീലകരാണ് മാറി മാറി വന്നത്. അന്നും പരിശീലകർ ആവശ്യപ്പെട്ട താരങ്ങൾക്ക് പകരം മാനേജ്മെന്റ് എത്തിച്ചത് മറ്റു താരങ്ങളെ. മാനേജ്മെന്റിനെ വിമർശിച്ചാൽ അപ്പോൾ പടിക്ക് പുറത്തുന്ന യുണൈറ്റഡിന്റെ ശൈലി എന്നു മാറുമെന്ന് ചോദിക്കുകയാണ് ഫുട്ബോൾ ലോകം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.